ഞാൻ ഇതുവരെയും കഴിക്കാത്തതും കാണാത്തതുമായ ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ഉണ്ടപ്പുട്ട്. അപ്പോൾ ഞങ്ങളുടെ മലബാർ അടുക്കള ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഫ്രണ്ടായ റസിയത്താണ് ഇതിനെപ്പറ്റി ഗ്രൂപ്പിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കിതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് നോക്കി ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. സൂപ്പർ ടേസ്റ്റ് ആയതുകൊണ്ട് അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഉള്ളിയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇടിയപ്പത്തിനൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയെല്ലായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് വഴന്ന് വരുമ്പോൾ ഒരു പകുതി തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും പെപ്പർ പൗഡറും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ അവരുടെ ഒരു മസാല എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ തേങ്ങയുടെ കൂടെ കുറച്ച് ചെമ്മീനാണ് ക്രഷ് ചെയ്ത് ചേർക്കുന്നത്, വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് ചേർക്കും. അപ്പോൾ എനിക്ക് ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചിക്കനാണ് ചേർത്തത്. അപ്പം നമ്മുടെ ചിക്കൻ ഉണ്ടപ്പുട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു ബോളാക്കി എടുത്ത് നമ്മുടെ ഈ മസാല അതിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചിരവിയ തേങ്ങയിൽ ഈ ബോളൊന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ഉണ്ടപ്പുട്ട് റെഡിയായി കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്താണേലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.